ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 13/10/2014 ആവള ചെറുകോട് കുന്നത്ത് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി KNM ആവള യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് എന്ന വിഷയത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ 12/11/2014 ബുധനാഴ്ച പേരാമ്പ്ര വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും: KNM മുഹമ്മദ് ഹനീഫ് BP, അഹമ്മദ് അനസ്, സഹദുദ്ദീൻ T, ഷുക്കൂർ സലായി, CM അബ്ദുസലാം. മഹല്ല് പ്രതിനിധികൾ: MT അബൂബക്കർ ദാരിമി, മുസ്തഫ അഷ്റഫി, മുഹമ്മദ് സലീം ഫൈസി, അബ്ദുൽ ഗഫൂർ അൻവാരി, മുഹമ്മദ് രാമന്തളി. രണ്ട് വിഭാഗത്തിനും വേണ്ടി രാമന്തളിയും അതേപോലെ തന്നെ സലാം മാസ്റ്ററുമാണ് ഒപ്പിട്ടിട്ടുള്ളത്. വാദം: സുന്നി അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിന് എതിരല്ല. മുജാഹിദ്: അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും എന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും അത്തരം പ്രാർത്ഥനകൾ ശിർക്കുമാണ്. പ്രമാണം: ഖുർആൻ, സഹിയായ പ്രമാണയോഗ്യമായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാഹ്, 4 വ്യക്തമായ ഖിയാസ്. NB: ഒരു വിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകൾ മറ്റു വിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. സംവാദ ഘടന: വിഷയാവതരണം 30 മിനിറ്റ് വീതം. രണ്ട് വിഭാഗത്തിനും നറുക്കിട്ട് ആദ്യ വിഷയാവതാരകന്മാരെ തീരുമാനിക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതും രണ്ടാം അവതാരകന്മാരോട് പിന്നീട് ഒന്നാം അവതാരകർ ചോദ്യം ചോദിക്കുന്നതുമാണ്. 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം. അങ്ങനെ 10 വീതം ചോദ്യോത്തരങ്ങൾ. ഓരോ വിഭാഗത്തിനും 10 വീതം ചോദ്യവും 10 വീതം ഉത്തരങ്ങളും. അവസാനം 10 മിനിറ്റ് വീതം അവലോകനം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. രാവിലെ 9:30 മണിക്ക് ആരംഭിക്കും എന്നാണ് എഴുതിയത്. സമയം 2 മണിക്കൂറിലധികം വൈകിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. 2015 മാർച്ച് 7 പേരാമ്പ്ര സുരഭി ഓഡിറ്റോറിയത്തിലാണ് സംവാദം. 10 വീതം പണ്ഡിതന്മാർ, 90+90 സുന്നി മുജാഹിദ് ഓഡിയൻസും മധ്യസ്ഥരും, 10 വീതം വളണ്ടിയർമാർ, 10+10. ക്യാമറ 8+8 ഓരോ മധ്യസ്ഥന്മാർ. ഓഡിറ്റോറിയം, സെറ്റ്, മറ്റ് പ്രാദേശിക സംഘാടന കാര്യങ്ങൾക്ക് മമ്മു, സുബൈർ ലത്തീഫി, KKC അബ്ദുള്ള, AM അബ്ദുസ്സലാം എന്നിവരെ ചുമതലപ്പെടുത്തി. അരമണിക്കൂർ സംവാദ മധ്യസ്ഥന്മാരുടെ തീരുമാനപ്രകാരം ഭക്ഷണം നമസ്കാരത്തിനായി പിരിയും. സംവാദത്തിന്റെ പൊതുവായ മുഴുവൻ ചെലവുകളും രണ്ട് വിഭാഗവും തുല്യമായി വീതിച്ചെടുക്കും. മധ്യസ്ഥന്മാർ മുഹമ്മദ് രാമന്തളി, KM അബ്ദുസ്സലാം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇനി വിഷയം അവതരിപ്പിക്കേണ്ട ആളുകളെ ആരാണെന്ന് നറുക്കെടുക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, ശ്രോതാക്കളെ, മറ്റു സാങ്കേതിക വിദഗ്ധരെ, (13/10/2014) ആവള ചെറുകോട് കുന്നത്ത് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി KNM ആവള യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് എന്ന വിഷയത്തിൽ നടത്താൻ തീരുമാനിച്ച വ്യവസ്ഥ പ്രകാരം തീരുമാനിച്ച ഒരു സംവാദമാണ് സുന്നി പക്ഷത്തു നിന്നും മുജാഹിദ് പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാർ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നടക്കുന്നത്.
മധ്യസ്ഥ സുഹൃത്ത് പറഞ്ഞതുപോലെ കൃത്യമായി ഈ വ്യവസ്ഥയിൽ പറഞ്ഞത് പ്രകാരം ശ്രോതാക്കളും വളണ്ടിയർമാരും അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകരുമൊക്കെ അവരുടെ എണ്ണം ഇരുവശത്തു നിന്നും ഒരിക്കലും ഇനി അധികരിക്കാത്ത രൂപത്തിൽ അത് കീപ്പ് ചെയ്യണം എന്ന് എല്ലാ സുഹൃത്തുക്കളോടും ഉണർത്തുകയാണ്. വളരെ നല്ല രീതിയിൽ പരസ്പരം പണ്ഡിതന്മാർ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ചർച്ച തൗഹീദ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഒരു വലിയ ഡിബേറ്റ് എന്നതിനേക്കാൾ നല്ലൊരു ഡിസ്കഷനായി ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴേക്ക് പരസ്പരം ഉള്ള ശിർക്ക് കുഫ്ർ ആരോപണങ്ങൾക്കൊക്കെ ഒരു അറുതി വരും, ഒരു പരിസമാപ്തി കുറിക്കപ്പെടും എന്ന ശുഭ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ സമുദായത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്ന രൂപത്തിൽ ഇതൊരു നല്ല ചർച്ചയും ഈ ചർച്ചയിലൂടെ കേരള മുസ്ലിങ്ങൾക്ക് നല്ല ഒരു പാഠം ഉൾക്കൊള്ളാൻ കഴിയണമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെയും മുജാഹിദ് പക്ഷത്തിന്റെയും ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രവർത്തകർ എന്ന നിലക്ക് പരമാവധി അച്ചടക്കം പാലിച്ചും പരസ്പരം വൈരാഗ്യമുണർത്തുന്ന രൂപത്തിലുള്ള ഗോഷ്ഠികളോ വ്യക്തിഹത്യകളോ ഒക്കെ പരമാവധി ഒഴിവാക്കി ഒരു നല്ല സംവാദം എന്ന് ഖ്യാതി നേടേണ്ട രൂപത്തിൽ ഒരു തുറന്ന ചർച്ച ഇവിടെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ഇരുവിഭാഗത്തിലെ ആളുകളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പരമാവധി സഹകരിച്ചാലേ നമ്മുടെ പരിപാടി മുന്നോട്ട് പോവുകയുള്ളൂ. ഈ സംവാദത്തിന് ശേഷവും കോലാഹലങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാക്കാതെ തന്നെ വളരെ സംയമനത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ നാടിന്റെയൊക്കെ സ്ഥിതി ശേഷം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇരുവിഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നുകൂടി എല്ലാ പ്രവർത്തകരോടും ഒരിക്കൽ കൂടി ഉണർത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മധ്യസ്ഥ സുഹൃത്ത് വായിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇരുവിഭാഗത്തിലും പങ്കെടുക്കുന്ന ആളുകളുടെ പണ്ഡിതന്മാരുടെ പേര് വിവരങ്ങളുമൊക്കെ ഇവിടെ എഴുതി ഒപ്പിട്ട് ഒരു കടലാസിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്നത് സുന്നി പക്ഷത്ത് നിന്ന് മധ്യസ്ഥനായി നൌഷാദ് തഴക്കോട് ഞാനും, മുജാഹിദ് പക്ഷത്ത് നിന്ന് മധ്യസ്ഥനായി ഒ അഹമ്മദ് കുട്ടി നാണി ഹാജി അവറുകളുമാണ്. സുന്നി പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാർ അബ്ദുൽ ജലീൽ ദാരിമി, MT അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, മുസ്തഫ അഷ്റഫി, മുഹമ്മദ് സലീം ഫൈസി, മുഹമ്മദ് സൽമാൻ അസരി, അമീർ ഹുസൈൻ, മുഹമ്മദ് ഷബീർ കെ, മുഹമ്മദ് ജസീൽ MP, KC ഷൗക്കത്ത് ഫൈസി എന്നിവരാണ്. മുജാഹിദ് പക്ഷത്ത് നിന്ന് നസീറുദ്ദീൻ റഹ്മാനി, മുഹമ്മദ് ഹനീഫ് VP, അഹമ്മദ് അനസ്, P ഹംസ ബാക്കവി, നാസർ സുല്ലമി, അബൂബക്കർ നസാഫ്, ഷുക്കൂർ സലാഹി, MPA ഖാദർ, ആദിൽ അത്തീഫ്, അബ്ദുൽ ബാരി എന്നിവരാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടെ നടക്കുന്നത് ആര് ആദ്യം വിഷയം അവതരിപ്പിക്കണം എന്ന കാര്യത്തിലുള്ള നറുക്കെടുപ്പാണ്. അത് ഞങ്ങൾ മധ്യസ്ഥന്മാർ നിർവഹിച്ച ശേഷം ആർക്കാണ് നറുക്ക് ലഭ്യമാകുന്നത്, ആദ്യം വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം ഒരുങ്ങുന്നത് അവർ വിഷയം അവതരിപ്പിക്കും. ശേഷം രണ്ടാമത്തെ വിഭാഗം വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച ആളുകൾ ചോദ്യം ചോദിക്കും. അങ്ങനെ ഇവിടെ വ്യവസ്ഥയിൽ പറഞ്ഞത് പ്രകാരം നമ്മുടെ പരിപാടികളൊക്കെ നല്ല രീതിയിൽ
പരിസമാപ്തി കുറിക്കാനുള്ള തൗഫീക്ക് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ആദ്യം സുന്നി പക്ഷത്തു നിന്നുള്ള വിഷയാവതരണമാണ് നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂർ ഉണ്ടായിരിക്കും. രണ്ടാമത് മറുപക്ഷവും മുജാഹിദ് പക്ഷവും 25 മിനിറ്റ് ആകുമ്പം ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് കൺക്ലൂഷന് വേണ്ടി ഇവിടുന്ന് അറിയിക്കും. ഇൻഷാ അല്ലാഹ് എഴുതി കൊടുക്കും. അതനുസരിച്ച് അവർക്ക് കൺക്ലൂഷൻ ചെയ്യാനുള്ള സമയം രണ്ട് വിഭാഗത്തിനും അനുവദിക്കുന്നതാണ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്റെ സുഹൃത്തും അതേപോലെ തന്നെ ബന്ധുവും കൂടിയായ നൗസാദ് സാഹിബിന് നമ്മൾക്ക് അവർ പറഞ്ഞതുപോലെ തന്നെ യാതൊരു നിലക്കുള്ള ഒരു അപശബ്ദങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഒരുപാട് വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ കണ്ടവരാണ് നമ്മളൊക്കെ ഉണ്ടാവുക, നമ്മുടെ മുന്നിലുണ്ടാകും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കാര്യം ചർച്ച ചെയ്യുകയാണ്. പരസ്പരം ഒരു കടിച്ചു കീറലുകളോ മറ്റോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലല്ല പോകേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചത് ഒരു ആരോപണങ്ങൾ എന്നുള്ള രീതിയിലല്ല. ആ കാര്യം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുക. സിർക്കാണെങ്കിൽ സിർക്കാണ്, അല്ലെങ്കിൽ അല്ല എന്നുള്ളത് വ്യക്തിപരമായിട്ടല്ല. ആ കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയുക, അതാണ് ഇതിന്റെ ഉദ്ദേശം, അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയാവതരണത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ സുന്നി പക്ഷത്തിനുള്ള പണ്ഡിതനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ربي الله الذي لا إله إلا هو عليه توكلت وهو رب العرش العظيم. പ്രിയപ്പെട്ട പണ്ഡിത സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തഖ്വ ചെയ്ത് ജീവിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന സാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ ഒരു ആശയത്തിലേക്ക് വ്യക്തമായ നമ്മുടെ ക്ഷണം എത്തേണ്ടിടത്തേക്ക് എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇന്നിവിടെ നമ്മൾ സംഗമിച്ചത് ആവള മഹല്ല് കമ്മിറ്റിയുടെയും കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു സംവാദത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സംവാദത്തിൽ ഏറ്റവും പരമപ്രധാനമായ അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറയായി സകല അമ്പിയാക്കളും പഠിപ്പിച്ചു, പ്രചരിപ്പിച്ചു, നമ്മെ അതിന്റെ വക്താക്കളാക്കി മാറ്റിയ തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്ന തൗഹീദ്. നാം തൗഹീദിന്റെ ആളുകളാണെന്ന് ഈ ഭൂമിയിൽ ഉറക്കെ വിളിച്ചു പറയാൻ നമ്മുടെ ആവേശം എന്നും ശക്തമാണ്. ആ തൗഹീദിന്റെ കാര്യത്തിൽ അമളി പറ്റിയ എന്റെ മറുവിഭാഗത്തെ ആളുകളോടുള്ള സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംവാദം, അതാണിവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. തൗഹീദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രാധാന്യം അടിവരക്കിട്ടുകൊണ്ട് പറഞ്ഞു. പ്രവാചകന്മാർ പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂൽ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. സകല പ്രവാചകന്മാരുടെയും പ്രബോധന ദൗത്യത്തിന്റെ പ്രാഥമിക വശം എന്ന് പറയുന്നത് അതാണ് തൗഹീദ്. തൗഹീദില്ലാതെ ഒരാൾ മുസ്ലിമാകില്ല. തൗഹീദില്ലാത്തവൻ മുസ്ലിമല്ല. ഇത് തൗഹീദില്ല, മുസ്ലിമാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, എന്നാ ആയിട്ടില്ല, എന്നാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വൈരുദ്ധ്യം പറയാനൊന്നും നിൽക്കണ്ട. തൗഹീദ്, അവിടെ ഒരു വൈരുദ്ധ്യവുമില്ല. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഫൽ ആതി ബി തൗഹീദ്
الذي هو أفضل الأشياء يكون تاركا للشرك الذي هو أخص الأشياء وأرذلها. തൗഹീദും ശിർക്കും പരസ്പര വിരുദ്ധങ്ങളാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ഉടമ അവൻ അതേ നിലക്ക് അവൻ മുവഹിദായിരിക്കെ പറയുന്നത് ശ്രദ്ധിക്കണം, പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ വിശാലത കാണിക്കണം. തൗഹീദിന്റെ ആളായിരിക്കെ പിന്നെ അവനെക്കുറിച്ച് ശിർക്ക് ആരോപിക്കുക എന്നുള്ളത്, മുശ്രിക്കാവുക എന്ന് പറയുന്നത് അത് തികഞ്ഞ ആരോപണമാണ്. ശിർക്ക് എന്തുമാത്രം പാതകമാണോ, എന്നാൽ ആ പാതകത്തിന്റെ ആരോപകർ വലിയ പാതകമാണ്, വലിയ തെറ്റാണ് ഈ സമുദായത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾക്കു നേരെ ശിർക്കിന്റെ ആരോപണവുമായിട്ടാണല്ലോ 1400 കൊല്ലത്തെ പാരമ്പര്യമുള്ള കേരളീയ മുസ്ലിമീങ്ങളിൽ ഒരു 90-95 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യം മാത്രമുള്ള കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അതിന്റെ സാക്ഷാൽ രൂപമായ വഹാബി പ്രസ്ഥാനം ഇവിടെ കടന്നു വന്നത്. യഥാർത്ഥത്തിൽ ഈ തൗഹീദ് എന്ന വിഷയത്തിൽ എന്താണ് നമ്മുടെ വാദം, ഞങ്ങളുടെ വാദം എന്താണ്? ഇവിടെ വായിച്ചു എന്താണ് ഞങ്ങളുടെ വാദം എന്ന് കൃത്യമായി നേരത്തെ മധ്യസ്ഥൻ തന്നെ പറഞ്ഞു. അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക. മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ, അസാധാരണ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ അതേ മാർഗത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും തന്നെ അത് തൗഹീദിനെതിരല്ല ആണെന്ന് സ്ഥാപിക്കാൻ ഇതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഇന്നും കഴിയില്ല, ഇനി നാളെയും കഴിയില്ല, ഒരു നിലക്കും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതേ സമയത്ത് ഈ പ്രതീക്ഷിക്കലും ഈ സഹായം ചോദിക്കലും, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഈ പ്രതീക്ഷയും അതുപോലെ മഹാന്മാരിൽ നിന്നുള്ള ഈ സഹായം ചോദിക്കലും അത് ശിർക്കാണ് എന്ന് പറയുന്നവരോടാണ് ഇന്ന് നമ്മൾ സത്യത്തിന്റെ വെളിപ്പെടുത്തലിന് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ വളരെ കൃത്യമാണ്. മനുഷ്യ കഴിവിനപ്പുറത്തുള്ളതാവുക, അയാൾ ജീവിച്ചിരിപ്പുള്ള ആളാവട്ടെ, അല്ലെങ്കിൽ കുറെ ദൂരെയുള്ള ആളാവട്ടെ, അതല്ലെങ്കിൽ ജീവിതാവസാനത്തിലുള്ള ആളാവട്ടെ, എങ്ങനെയാവട്ടെ, എന്തായാലും മാനദണ്ഡം എന്താണ് ആ കക്ഷികൾ പറയുന്നത്? മനുഷ്യ കഴിവിനപ്പുറമുള്ള ഒരു കാര്യത്തെ മഹാന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുക, അത് അവരോട് ചോദിക്കുക. ഇത് ശിർക്കാണ്. എവിടെ പറഞ്ഞു അങ്ങനെ ഒരു ശിർക്ക് എന്ന് പറയുന്ന, ഈ പ്രതീക്ഷ ശിർക്കാണ് എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ എത്രയോ സ്ഥലത്ത് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കുഞ്ഞീദ് മൗലവി, നിഷേധിക്കാൻ പറ്റില്ലല്ലോ, കുഞ്ഞീദ് മൗലവി എല്ലാ മുജാഹിദുകളുടെയും നേതാവല്ലേ? ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളിൽ തന്നെ പല ഗ്രൂപ്പുകാരായിരുന്നല്ലോ. ആദ്യകാലത്തുള്ള മുശ്രിക്ക് പിന്നീട് മുവഹിദായി മാറുന്ന വൈരുദ്ധ്യാത്മകതകൾ ഇവിടെ പ്രകാശിതമാകുന്ന രൂപത്തിൽ നമ്മുടെ വലതുഭാഗത്തുള്ള സ്റ്റേജ് പലതും വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അഭൗതികമായ മാർഗത്തിൽ, കുഞ്ഞീദ് മൗലവി പറയാ, അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന. ചുണ്ടുകൾ കൊണ്ടൊരുവിട്ടാലും ഇല്ലെങ്കിലും, ചുണ്ടുകൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും, വിളിച്ചില്ല അതൊന്നുമല്ല പ്രശ്നം. ചുണ്ടുകൾ കൊണ്ടൊരുവിട്ടാലുമില്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ശൈലി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കല്ലേ? കാരണം അത് സ്വന്തം ആവിഷ്കരിച്ചതായതുകൊണ്ട് ശൈലി മാറിക്കൊണ്ടിരിക്കും. ഒന്നിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയൂല. ഈ വൈരുദ്ധ്യാത്മക തൗഹീദിയൻ സിദ്ധാന്തത്തിന്റെ അനുയായികൾക്ക് ഒരൊറ്റ തൗഹീദിൽ ഒന്നിക്കാൻ സാധിക്കില്ല. അതിന്റെ ഒരു ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ കുഞ്ഞീദ് മൗലവി പറയാം, മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ഇത് ശിർക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ പക്ഷം എന്താണ്? ഇസ്ലാമിന്റെ പക്ഷം ഇതല്ല. ഇസ്ലാമിന്റെ പക്ഷം എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ ശിർക്കല്ല. എന്തുകൊണ്ടല്ല? ഇത് ശിർക്കാണെന്ന് പറയാൻ ഒരു ആയത്ത്, ഇത് ശിർക്കാണെന്ന് പറയാൻ ഒരു ഹദീസ്, ഇത് ശിർക്കാണെന്ന് പറയാൻ മറ്റെന്തെങ്കിലും ഇമാമിങ്ങളുടെ വാക്കുകൾ, അതാണല്ലോ നമ്മൾ പ്രമാണമായി പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ, പ്രമാണയോഗ്യമായ ഹദീസുകൾ, ഇജ്മാഅ്, ഖിയാസ്, ഈ നാലാലൊരു പ്രമാണത്തെ ഉദ്ധരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കഴിയുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇനി നാളൊരിക്കലും അത് കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. സ്വീകാര്യോഗ്യമായ ഹദീസിന്റെ ഗണത്തിൽ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്ന പുണ്യ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞു വരുന്ന വിയർപ്പ് കണങ്ങളെ കുപ്പിയിലാക്കുന്ന ആ രംഗം കണ്ടപ്പോൾ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാ തസ്നഈന യാ ഉമ്മ സുലൈം, ഓ ഉമ്മു സുലൈം നീ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഫഖാലത്ത് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നർജു ബറകതഹു ലിസിബിയാനിനാ, ഞങ്ങളുടെ മക്കൾക്ക് ഇതിന്റെ ബർക്കത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നബിയേ. മഹാന്മാരിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിക്കുന്നു നബിയേ. മഹാനായ നബിയെ, അങ്ങയുടെ ബർക്കത്ത് പ്രതീക്ഷിക്കുന്നു നബിയേ. ആ പ്രതീക്ഷ ശിർക്കാണെന്ന് ഇവർ പറയുമ്പോൾ ഉമ്മു സുലൈം പറയുകയാണ്, പ്രതീക്ഷിക്കുന്നു നബിയേ. അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, അസബ്തി, നിന്റെ ആ പ്രവർത്തനം ശരിയാണ്, ദീനുൽ ഇസ്ലാം അംഗീകരിച്ചതാണ്. ശിർക്കാണെന്ന് പറയുന്ന വാദം പുത്തൻ വാദമാണ്, അത് കടുത്ത പുത്തൻ വാദമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗത്തിൽ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ എന്താണ്, നജ്അലുഹു ഫീ തീബിനാ വഹുവ മിൻ അത്യബിത് തീബ്, അത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമെന്ന അഭൗതികത അതിലുണ്ട്. എന്നിട്ട് അതിന്റെ ബർക്കത്ത് പ്രതീക്ഷിച്ചു. പക്ഷേ അത് നബി തങ്ങൾ അംഗീകരിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് ശിർക്കെന്ന് പറയുന്നവർ ആരോടാണ് ഏറ്റുമുട്ടുന്നത്? ആവള മഹല്ല് കമ്മിറ്റിയോടല്ല, അല്ലാഹുവിന്റെ റസൂലിനോടാണ് ഈ വിഭാഗം ഏറ്റുമുട്ടുന്നത് എന്ന് ഞാൻ വളരെ നല്ല ഭാഷയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞില്ലേ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ സഹൽ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഒരു വസ്ത്രം ധരിക്കാൻ കൊടുക്കുകയാണ്. സന്തോഷത്തോടുകൂടി ആ വസ്ത്രം ഏറ്റുവാങ്ങിയ അല്ലാഹുവിന്റെ റസൂലിന് അന്ന് ആ വസ്ത്രം ആവശ്യമായിരുന്നു. റസൂൽ ആ വസ്ത്രം ധരിച്ചു. പുറത്തേക്ക് വന്നപ്പോൾ മറ്റൊരു സ്വഹാബി നബിയോട് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, മാ അഹ്സന ഹാദിഹി ഫക്സിനിഹാ, എന്തൊരു നല്ല വസ്ത്രം അതെനിക്ക് ധരിപ്പിച്ചാലും നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് അത്യാവശ്യപ്പെട്ട ആ വസ്ത്രം ചോദിച്ചു വാങ്ങിയ ഈ സ്വഹാബത്തിന്റെ പ്രവർത്തനം വേണ്ടാതിരുന്നു എന്ന് ചിന്തിച്ച മറ്റു സ്വഹാബിമാർ അദ്ദേഹത്തോട് എതിർത്തപ്പോൾ ആ സ്വഹാബി പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണ് പറഞ്ഞ മറുപടി? ഫഖാല റജൗതു ബറകതഹാ ഹീന ലബിസഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅല്ലി ഉക്ഫനു ഫീഹാ, ഞാൻ ആ വസ്ത്രം ദുനിയാവിലിട്ട് നടക്കാനല്ല, എന്റെ ഖബറിടത്തിൽ എന്റെ കഫം പുടയാവാൻ വേണ്ടിയാണ്. അതിന്റെ ബർക്കത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ബർക്കത്ത് പ്രതീക്ഷിക്കുന്നത് തൗഹീദിനോടെതിരായിരുന്നുവെങ്കിൽ നബി തങ്ങൾ അത് അംഗീകരിക്കുമോ? തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കടന്നു വന്ന നബി അത് ശിർക്കാണെന്നുള്ള വാദത്തിന് അംഗീകാരം നൽകുമോ? ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജുബ്ബയാണ്. ഇത് റസൂലിന്റെ വഫാത്തിന് ശേഷം ഐഷ ബീവിയുടെ കരങ്ങളിലായിരുന്നു. ഐഷ ബീവിയുടെ വഫാത്തിന് ശേഷം ഇപ്പോൾ ഞാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താണ് വക്കാന, അതെന്താണ് ഇതിന്റെ പ്രത്യേകത? വക്കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, അല്ലാഹുവിന്റെ റസൂൽ ആ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർദാ, രോഗികൾക്ക് വേണ്ടി, അലോപ്പതിയല്ല, ആയുർവേദമല്ല, ഹോമിയോപ്പതിയല്ല, സാധാരണ നമ്മളെ പീടിയിൽ നിന്ന് കിട്ടുന്ന മരുന്നല്ലത്, ഇത് അസാധാരണമാണ്. നഹ്നു നഗ്സിലുഹാ ലിൽ മർദാ യുസ്തശ്ഫാ ബിഹാ എന്ന് സഹീഹായ ഹദീസ് നമ്മുടെ മുമ്പാകെയുണ്ട്. അങ്ങനെ ആ പ്രതീക്ഷ പുലർത്തുന്നതിനെ കുറിച്ചല്ലേ ഈ കുഞ്ഞീദ് മൗലവി ഇങ്ങനെ എഴുതിയത്? അതുതന്നെയല്ലേ മറ്റു മൗലവിമാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള മനുഷ്യ കഴിവിനപ്പുറമുള്ള അസാധാരണ
സാധാരണമായ സഹായത്തേട്ടം എന്ന് പറയുന്ന തേട്ടം, ആ സഹായത്തേട്ടം അതും തൗഹീദിനോടെതിരല്ല. അതൊരിക്കലും തന്നെ തൗഹീദിനോടെതിരെന്ന് സമർത്ഥിക്കാനോ വാദിക്കാനോ ജൽപ്പിക്കാൻ പോലുമോ ഒരാൾക്കും തന്നെ സാധ്യമല്ലാത്ത വിധം സുശക്തമായ പ്രമാണങ്ങളെ കൊണ്ട് നമ്മുടെ വാദം ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇസ്ലാമിന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്താണ് നിങ്ങൾ നോക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി വളരെ കൃത്യമായിട്ട് നബി തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വളരെ കുറ്റമറ്റ സ്വീകാര്യയോഗ്യമായ പ്രമാണയോഗ്യമായ ഹദീസാണ്. നബിയെ, നാളെ പരലോകത്ത് അങ്ങയുടെ ശഫാഅത്തിൽ അങ്ങ് എന്നെ ആക്കണമെന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു നബിയേ. ശിർക്ക് പോ 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 എന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെന്താ പറഞ്ഞത്? ആരാ നിന്നോടിത് പറഞ്ഞത്? ആരാ ഇത് കൽപ്പിച്ചത്? ആരാ നിനക്കിത് പറഞ്ഞു തന്നത്? അത് എന്റെ സ്വന്തം ആവശ്യമാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ശരി, തീർച്ചയായും നീ അതിൽ പെട്ടവൻ തന്നെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാം. നേർക്കുനേരെ ശുപാർശയെ, പരലോകത്തുള്ള ശുപാർശയെ കുറ്റമറ്റ ഹദീസിലൂടെ ഇവിടെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പരിചയമില്ലേ, സഹീഹായ ഹദീസെന്ന് അത് പറയാൻ അവകാശമുള്ള എല്ലാ അതിന്റെ റിപ്പോർട്ടർമാരായ, അത് രേഖപ്പെടുത്തിയ, അതിനവകാശമുള്ള ഇമാമുകൾ പറയുകയാണ്, ഹാദൽ ഹദീസു സഹീഹുൻ ഇസ്നാദുഹു സഹീഹുൻ, ഹാദൽ ഹദീസു ഇസ്നാദുഹു ജയ്യിദുൻ ഖവിയ്യുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച ഹദീസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, ആ സമയത്ത് മദീന വരൾച്ചയിലാണ്ടു, കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാത്ത അവസ്ഥ, പ്രതിസന്ധി ഘട്ടം. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിൽ വന്നുകൊണ്ട് ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി, മുസൈനത്തു കബീലക്കാരനായ സ്വഹാബി വര്യൻ, നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്കിൽ ഉമ്മത്തിക, അങ്ങ് ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം. എന്തു പറയാനുണ്ട്? നിഷേധിക്കാൻ കഴിയുമോ? ഈ രണ്ട് ഹദീസുകളെ നിങ്ങൾക്ക് തൊടാൻ കഴിയുമോ? കഴിയില്ല എന്ന് ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്നോട് എന്തും ചോദിക്കാം, എന്തും ചോദിക്കാം എന്ന് പറഞ്ഞ സ്വഹാബത്ത് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറയാണ്, ഞാൻ പരലോകത്ത് എവിടെയായിരിക്കും? വേറൊരു സ്വഹാബി പറയുകയാണ്, ഞാൻ എവിടെയായിരിക്കും? ഒരു സ്വഹാബിയോട് പറഞ്ഞ മറുപടി, ഒരു മനുഷ്യനോട് പറഞ്ഞ മറുപടി, നീ സ്വർഗത്തിലായിരിക്കും. മറ്റേയാളോട് പറഞ്ഞ മറുപടി, നീ നരകത്തിലാണ്. അങ്ങനെ ഓരോ സഹാബിമാർ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ എന്ന ചോദ്യത്തിന് മറഞ്ഞ കാര്യങ്ങളാ ചോദിച്ചത്. മറഞ്ഞ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അഭൗതിക കാര്യങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ. സൃഷ്ടി കഴിവ് പിന്നെ ഏതായാലും നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ പൈന്ന് പോകുന്നല്ലോ. ഇപ്പോ സൃഷ്ടി കഴിവ് എന്ന് പറഞ്ഞു കാണ്ട് മനുഷ്യ കഴിവിന്റെ അപ്പുറം എന്ന് പറയുന്നവരൊക്കെ മുശ്രിക്കീകളാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകള് ഇപ്പൊ പറയുന്നു, ഏതൊരു വിഭാഗത്തെയാണോ അതിന്റെ പേരിൽ ഞാൻ മുശ്രിക്കെന്ന് വിശ്വസിച്ചത് എങ്കിൽ, ഏതൊരു വിഭാഗമാണോ അതിന്റെ പേരിൽ തന്നെ മുശ്രിക്കെന്ന് വിളിച്ചതെങ്കിൽ, ആ വിഭാഗത്തിലേക്ക് മറുകണ്ഠം ചാടി കഴിഞ്ഞ വർഷം ആ വിഭാഗത്തിൽ നിന്ന് ഞങ്ങളോട് സംവദിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നയാള് ഇന്നിതാ ഏതൊരു വിഭാഗത്തെയാണോ താൻ മുശ്രിക്കെന്ന് വിശ്വസിച്ചതെങ്കിൽ, ഏതൊരു വിഭാഗമാണോ തന്നെ മുശ്രിക്കെന്ന് പറഞ്ഞതെങ്കിൽ, ആ വിഭാഗത്തിൽ നിന്ന് കൂട്ടിച്ചേർന്നിരിക്കുന്നു. നാളെ എന്താകും അവസ്ഥ? അല്ലാഹു അഅലം വറസൂലുഹു അഅലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ കാര്യങ്ങൾ ശരിക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എതിർപക്ഷത്തിന്റെ വാദം എന്താണ്? എതിർപക്ഷം പറയുന്നത് ഇതൊക്കെ ശിർക്കാണ് എന്നാണ് പറയുന്നത്. ശിർക്കാണ്, തൊട്ടതും തോണ്ടിയതൊക്കെ ശിർക്ക്. ഇത് ശിർക്കാണ് എന്നുള്ളതിന് ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഇജ്മാഇന്റെയോ ഖിയാസിന്റെയോ പിൻബലമില്ല. അതുപോലെ തന്നെ ഇവരുടെ പിന്നെ ആകെയുള്ളത് എന്താണെന്നറിയോ? പണ്ട് ഖവാരിജിയാക്കൾ കാട്ടിയ പരിപാടി. എന്താ ഖവാരിജിയാക്കൾ കാട്ടിയ പരിപാടി? സഹീഹുൽ ബുഖാരിയിൽ കാണാം. വകാന ഇബ്നു ഉമർ യറാഹും ശിറാറ ഖൽഖില്ലാഹ് വഖാല ഇന്നഹും മുൻതലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫജഅലഹാ അൽ മുഅ്മിനീൻ. കാഫിരീങ്ങളുടെ പേരിൽ അവർക്ക് മാത്രം ബാധകമായ, കുഫറിലായി ജീവിക്കുന്നവർക്ക് ബാധകമായ ആയത്തുകളെ ഈമാനിലായി ജീവിക്കുന്നവരെ പറ്റി
ഇവർ ആരോപിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങളെ സ്വഹാബത്തിനെ വരെ അലിയാർ തങ്ങളുടെ മുഖത്ത് നോക്കി കുഫർ ആരോപിച്ച ആളുകളിലെ ആ കൂട്ടത്തില് അങ്ങനെയുള്ള ആ ഖൗമിന്റെ പിന്മുറക്കാരായിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കാനും മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാനും എന്തൊരു സങ്കടകരമായ കാര്യമാണിത്. എന്തൊരു ഈ സമുദായത്തെ ഇങ്ങനെ ഈ ഭൂമികയിൽ മുവഹിദുകളെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ സമുദായത്തെ മുശ്രിക്കുകളാക്കുക എന്നുള്ളത് ഈ സമുദായത്തിനകത്തു തന്നെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാമുദായികമായ ഈ ഒരു വൈഷമ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. 33 കോടി ദൈവങ്ങളെ പൂജിക്കുന്ന ബിംബാരാധകര്, ആ ബിംബാരാധകരുടെ ബിംബങ്ങളെക്കുറിച്ച് പറഞ്ഞ ചില ആയത്തുകളൊക്കെ ഉണ്ട്. ആ ആയത്തുകളൊക്കെ വെച്ചിട്ടാണ് മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാൻ പാടില്ല, മഹാന്മാരോട് ചോദിക്കാൻ പാടില്ല, മറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ കൈവിനപ്പുറത്തുള്ളത് പാടില്ല 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 എന്ന് പറയുന്നത് ഈ ബിംബങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട്. ഒരു ഉദാഹരണം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫറൂന ബിശിർകിക്കും വമാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ പറയുകയാണ്, നിങ്ങൾ ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവങ്ങളായി പ്രതിഷ്ഠിച്ച ബിംബങ്ങളോട് നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല എന്നുള്ളത് ബിംബങ്ങളെ പറ്റി പറഞ്ഞത്. ആ ബിംബങ്ങളെ പറ്റി പറഞ്ഞത് മനുഷ്യർക്ക് ബാധകമാക്കുന്ന ഈ കൃത്രിമത്വം, ഈ ദുർവ്യാഖ്യാനം, അതിതാ ഏറ്റവും പുതിയതായിട്ട് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമ 2 തവണയായി അല്ലറ ചില്ലറ മാറ്റങ്ങളോടുകൂടി ജിന്ന് വിവാദ പശ്ചാത്തലത്തിൽ പ്രസിദ്ധീകരിച്ച ജിന്നു പിശാച് റുഖിയ ശർഇയ എന്ന് പറയുന്ന GPRS എന്ന് പറയുന്ന ആ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ പുസ്തകത്തിൽ പോലും ഈ ആയത്തിനെ പച്ചയായി ഗളച്ഛേദം വരുത്തിക്കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന രംഗം. അങ്ങനെയുള്ള ഒരുപാട് ആയത്തുകൾ, സൂറത്തുൽ അഹ്കാഫിന്റെ 5-6 ആയത്തുകൾ, ഇങ്ങനെയുള്ള എത്രയെത്ര ആയത്തുകളെയാണ് ഇവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദുർവ്യാഖ്യാനങ്ങളുടെ പട്ടിക നിരത്താനല്ലാതെ ഇനി അടുത്ത വിഷയാവതരണത്തിലും അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഇമാമിയങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ആദാബിൽ പറഞ്ഞതെന്താ? വഹാദാ മൗഖൂഫുൻ അല ഇബ്നു അബ്ബാസ് മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽം ലിവുജൂദി സിദ്ഖിഹി ഇൻദഹും ഫീമാ ജറബു വബില്ലാഹി തൗഫീഖ്. മുൻഗാമികളായ സാലിഹീങ്ങളായ ഉലമാക്കളായ പണ്ഡിതന്മാർ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ വിളിച്ചു സഹായം ചോദിച്ചു, അത് പരിശോധിച്ചുറപ്പുവരിച്ചു ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇമാം ബൈഹഖി തങ്ങൾ തന്റെ അൽ ആദാബിൽ പറഞ്ഞപ്പോൾ, കഴിഞ്ഞ വർഷം വരെ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മലക്കുകളും ജിന്നുകളും അഭൗതികമാണെന്ന് വിശ്വസിക്കുന്നവർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവരെ ശിർക്കാരോപകർ ശിർക്കിന്റെ പടുകുഴിയിൽ എന്ന് എഡിറ്റോറിയൽ എഴുതിയ ആളിതാ ഞങ്ങളുമായി സംവദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ശിർക്കാരോപകരുടെ പട്ടികയിൽ ചേർന്നിട്ട് തിരിച്ചിങ്ങോട്ട് ശിർക്കാരോപിക്കുകയാണ്. എന്തൊരു ദയനീയത, എന്തൊരു ഗതികേടാണിത്. ഇത് എന്തിന്റെ പേരില? ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ലോ, കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിലല്ലോ, അല്ലെങ്കിൽ പ്ലാച്ചിമടയുടെ കാര്യത്തിലല്ലോ, ഇത് തൗഹീദിന്റെ കാര്യത്തിലാണ്. ഗൗരവതരമായിട്ട് സുഹൃത്തുക്കളെ ഞാനത് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്തെല്ലാം വൈരുദ്ധ്യങ്ങളാ. ചിലപ്പോ ഇവർ പറയും, എന്താ പറയാ, ഒരു അഭൗതിക സഹായത്തിന്റെ വിഷയം പറയുമ്പോ ഇന്ന പ്രമാണത്തിൽ അത് ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അവിടെ മരിച്ച ആളോട് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അവിടെയുടെ മരിച്ചവരോടുള്ള തേട്ടം അതിനടുത്ത ചോദ്യം. അപ്പൊ മരിച്ചെങ്കിലാണ്, മരിച്ചിട്ട് അഭൗതികമാകുമ്പോഴേ ശിർക്കാകുള്ളൂ എന്നൊരു വാദമുണ്ടോ? ആ വാദം കുഞ്ഞീദ് മൗലവി എന്ത് അത് എഴുതിയില്ല? ആ വാദമുണ്ടെങ്കിൽ എന്റെ അബ്ദുൽ ഖാദർ മൗലവി നിങ്ങളുടെ 1ാമത്തെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ അതിലെന്തേ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചു പോകുന്നവരാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ മരിച്ചു പോയുമ്പോഴുള്ള ഭൗതികത, മരിച്ചു പോകുമ്പോഴുള്ള മനുഷ്യ കൈവിന് അപ്പുറമാകുമ്പോഴേ ശിർക്ക് വരൂ. ഉണ്ടോ? നിങ്ങളെ വാദം എന്താ കൂട്ടരെ? ഏതാ നിങ്ങളുടെ വാദം? ആരാ നിങ്ങളുടെ വാദി? ഇത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ അകലം കൂടുമ്പോൾ ഇവിടെ നിങ്ങളുടെ കുറെ ദൂരത്തുള്ള ആളെ വിളിച്ചാലേ മുശ്രിക്കാവുള്ളൂ. അപ്പൊ അടുത്തുള്ള അഭൗതികതയിൽ ശിർക്കില്ല.
മരിച്ചുപോയവരോട് വിളിച്ചെങ്കിലേ ശിർക്കാവുള്ളൂ. അവൻ ഈസാ നബിനെ ആരാധിക്കുന്ന ആ ക്രൈസ്തവരുടെ രീതി അത് ശിർക്കല്ല. എവിടുന്ന് കിട്ടി നിങ്ങൾ ഈ തൗഹീദ്? അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുന്നത്, കഷ്ണം കഷ്ണമായി കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാക്യങ്ങളുടെ പദങ്ങളുടെ ലഫ്ദിയായ മുശാബഹത്ത് നോക്കിയിട്ട്, വാക്യങ്ങളുടെ യോജിപ്പ് നോക്കിയിട്ട്, അള്ളാഹുവിനോട് പറയുന്ന വാചകങ്ങളെ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ശിർക്കാണെന്ന് പറയുന്നവരുണ്ട്. എന്തൊരു ഗൗരവപ്പെട്ട ആരോപണമാണിത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ മുഴുവൻ ശിർക്കാണെന്ന് പറയേണ്ടി വരും. ഖുർആൻ പരിചയപ്പെടുത്തിയത് മുഴുവൻ ശിർക്കാണെന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്. അല്ലാഹു തആല ഈ ആളുകളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്ക് വേണ്ടി ദുആർക്കാൻ. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം? എന്താണ് സുന്നികളുടെ വിശ്വാസം? ഇവിടെ അല്ലാഹു അല്ലാത്തവരോട് എന്നൊരു പ്രയോഗം മറുകക്ഷി നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്താണ്? ഇസ്ലാമിന്റെ ആശയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളിൽ സംവിധാനിച്ച അസ്ബാബുകൾ എന്തുമാവട്ടെ, അള്ളാഹുവിന്റെ ആ ഏകദൈവത്വത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ഭൂമികയിൽ ഈ പ്രപഞ്ചത്തിലുള്ള എന്തു കാര്യവുമായിട്ടുമുള്ള ബന്ധപ്പെടൽ, ആ ബന്ധപ്പെടൽ ഒരിക്കലും അള്ളാഹുവിനെ മാറ്റിവെക്കലല്ല. അതിന്റെയൊക്കെ സാക്ഷാൽ മടക്കം, അതിന്റെയൊക്കെ യഥാർത്ഥ ഉടമ, അതിന്റെയൊക്കെ യഥാർത്ഥ വിധാതാവ്, അതിന്റെ ഉടമസ്ഥൻ രാജാതിരാജനായ അല്ലാഹു തആലയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിന്റെ ആൾക്കാരോടാണ് ഈ ജാതി വർത്താനം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അടിസ്ഥാന വാചകത്തെ നിഷേധിച്ച മുശ്രിക്കുകൾ, നിഷേധിച്ച കാഫിരീങ്ങൾ, ആ കാഫിരീങ്ങൾ, ആ മുശ്രിക്കീങ്ങൾ, അതാണോ ഇസ്ലാമിന്റെ വാദം? ഇസ്ലാമിന്റെ വാദം വഅന്നൽ ഖുവത ലില്ലാഹി ജമീആ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വഅന്നഹു ഹുവ അദ്ഹക വ അബ്കാ. എന്താ പറഞ്ഞത്? അള്ളാഹു മാത്രമാണ് ചിരിപ്പിക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് കരയിപ്പിക്കുന്നവൻ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ കരയാൻ തുടങ്ങും. ആ സുന്നികളുമായുള്ള വാദപ്രതിവാദത്തിൽ ഞങ്ങൾക്ക് കരച്ചിൽ വന്നു, അവർ ഞങ്ങളെ കരയിപ്പിച്ചു. ഖുർആൻ പറയണെന്താ? അള്ളാഹ് മാത്രമാണ്. ഇവർ പറയണെന്താ? ഇപ്പുറത്തുള്ള ആൾക്കാരാണ്. അത് വൈരുദ്ധ്യമുണ്ടോ? അത് വൈരുദ്ധ്യമില്ല. ഒന്ന് മുസബ്ബിബാണ്, മറ്റേത് സബബുമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയോട് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, അല്ലാഹു നിനക്ക് കുട്ടിയെ തരാൻ വേണ്ടി, ഞാൻ നിനക്ക് കുട്ടിയെ തരാൻ വേണ്ടി. രണ്ടും അല്ലാഹു ഇറക്കിയ വചനം. പക്ഷെ എന്താ വ്യത്യാസം? ഞങ്ങൾ പറഞ്ഞ വ്യത്യാസം കിതാബിലുണ്ട്. നിങ്ങൾ പറഞ്ഞ വ്യത്യാസം ഒരു കിതാബിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? പ്രവാചകന്മാരുടെ മൊഴിയിലുണ്ടോ? നിങ്ങൾ സ്വന്തം ആവിഷ്കരിച്ചു. ഞാനിപ്പോ ഈ അടുത്തൊരു പുസ്തകം വായിച്ചു, ജിന്നി വിവാദം വസ്തുത എന്തെന്ന്. അതിന്റെ 32ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യത്യാസം, അഭൗതികത, കാര്യകാരണ ബന്ധം, അതിന്റെ അപ്പുറം ഇപ്പുറം ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ മുജാഹിദീങ്ങളായിട്ട് ആവിഷ്കരിച്ചുണ്ടാക്കിയതാണ്. അത് ഖുർആനിലില്ല, ഒരു കിതാബിലുമില്ല. അവരെന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട, അത് ഏത് പാർട്ടിയാന്ന് എനിക്കറിയില്ല കേട്ടോ, ഏത് ഗ്രൂപ്പാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഗൗരവതരമായ ആലോചനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത്? ശിർക്കെന്ന് പറയുന്നത് ഗൗരവതരം തന്നെ. മഹാനായ ലുഖ്മാൻ നബി, ലുഖ്മാൻ നബിയാണോ അല്ലേ? ഏതായാലും ലുഖ്മാൻ അലൈഹിസ്സലാം, ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പുത്രനോട് പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന ആ ഗൗരവതരമായ ശിർക്ക്, ആ ശിർക്കിനെ അത് ഇല്ലാത്തവരുടെ പേരിൽ ആരോപിക്കുക എന്നുള്ള കടുത്ത പാതകം, കടുത്ത തെറ്റ്, പരലോകത്ത് പടച്ച തമ്പുരാന്റെ വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ മറുപടി പറയാതെ വിഷമിക്കേണ്ടി വരുന്ന തെറ്റ്. ആ തെറ്റ് ചെയ്യുന്ന പ്രവണതയിൽ നിന്ന് എന്റെ മറുകക്ഷി പിന്മാറിയിട്ട് സമുദായത്തിന്റെ കൂട്ടായ പുരോഗതിക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പാശത്തിൽ ഒന്നിക്കാനുള്ള സന്മനസ്, ആ ഒരു സത്യവിശ്വാസം അത് വെച്ച് പുലർത്തണമെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഞങ്ങളുടെ വാദത്തെ ഞാനിവിടെ ചെറിയ തോതിലാണ് വിശദീകരിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തു വരുന്ന ചോദ്യോത്തര ഘട്ടത്തിലും
അങ്ങനെയുള്ള മുഴുവൻ ഘട്ടത്തിലും വളരെ വസ്തുനിഷ്ഠമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മറുവിഭാഗത്തിന്റെ അവതരണം കേൾക്കട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. ആ അവതരണം കേട്ടതിനു ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ അവരുടെ വാദത്തിന്റെ സമർത്ഥനാർത്ഥം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടികളുടെ വ്യക്തമായ പ്രമാണങ്ങളിൽ ആ